തിരുവനന്തപുരം തൊളിക്കോട് 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനവും ഭീഷണിയും. പെൺകുട്ടിയോട് അശ്ലീല പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് മർദ്ദനം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസം തോറും കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം തന്നെ ഒന്നും അവസാനിച്ചില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനം എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, ഫെബ്രുവരി 16-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. തിരുവനന്തപുരം തൊളിക്കാട് പനക്കോടാണ് 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനവും ഭീഷണിയും ഉണ്ടായത്. പ്രധാനമായും പെൺകുട്ടിയോട് അശ്ലീല പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫെബ്രുവരി 16-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രധാനമായും ഈ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി വാഴത്തോട്ടിൽ കൊണ്ടുപോയാണ് മർദ്ദിച്ചതെന്നാണ് ഈ വിദ്യാർത്ഥി പ്രധാനമായും വ്യക്തമാക്കിയത്. 3 പ്രതികളെ ഇപ്പോൾ ജുവനൈൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആര്യനാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 3 പേരിൽ ഒരു കുട്ടിയുടെ പെൺസുഹൃത്തിനോട് അശ്ലീലമായിട്ടുള്ള രീതിയിൽ അശ്ലീല പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ഈ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്നലെയാണ് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ കുട്ടിയുടെ രക്ഷിതാക്കൾ കണ്ടതിനെ തുടർന്നാണ് ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ 3 വിദ്യാർത്ഥികളെയും ജുവനൈൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആര്യനാട് പോലീസ് എന്തായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹരിത, വിനയ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.